പതിവിന് വിപരീതമായി ഇത്തവണ തിരുവനന്തപുരം നഗരസഭയിൽ സിപിഎമ്മിന് വിമതശല്യം ഏറെയാണ്. 4 വാർഡുകളിൽ സിപിഎമ്മിന്റെ വിമത സ്ഥാനാർത്ഥികളുണ്ട്. അതുതന്നെ വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ 2 വാർഡുകളിൽ വാഴോട്ടുകോണത്തും അതുപോലെ കാച്ചാണിയിലും സിപിഎം വിമതന്മാർ മത്സരിക്കുന്നു. ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത് കാച്ചാണി വാർഡിലെ സിപിഎം വിമത സ്ഥാനാർത്ഥി സതീഷാണ്, നെട്ടയം സതീഷാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിമത സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാനുള്ള കാരണം? വിമതനായെന്ന് ഞാൻ പറയാൻ കഴിയില്ല. കാരണം ഞാൻ ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി, നാടിന്റെ ക്ഷേമ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് കഴിഞ്ഞ 10-42 വർഷത്തോളമായി നാടിന്റെ നന്മയ്ക്ക് വേണ്ടി നിലകൊണ്ടിട്ടുള്ള ആളാണ് ഞാൻ. ജനപ്രതിയായിരുന്ന സമയത്തും ഏറ്റവും നല്ല ജനപ്രതി എന്നുള്ള നിലയ്ക്കുള്ള അവാർഡും അതുപോലെ അംഗീകാരവും സർക്കാരിന്റെ മേലധികാരിയിൽ നിന്ന് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ആ അംഗീകാരം ഉണ്ടായിരിക്കെ തന്നെ ഞാൻ ഈ രാഷ്ട്രീയത്തിന് അതീതമായി തന്നെ, കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായി ജനകീയനായി നിന്ന് ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് ഞാൻ. തികച്ചും ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. രാഷ്ട്രീയ തിമിരം മാത്രമല്ല എനിക്കുള്ളൂ, ഞാൻ തികച്ചും ഒരു പൊതുപ്രവർത്തകൻ. എല്ലാ രാഷ്ട്രീയ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, മുഴുവൻ പൊതുജനങ്ങളും എന്നെ അംഗീകരിക്കുന്ന ഒരു നാടാണിത്. ഈ നാടിന്റെ സർവ്വതോമുഖമായ കാര്യങ്ങളും എനിക്കറിയാം. ഈ കാച്ചാണി വാർഡിന്റെ പൊതുസ്ഥിതി അറിയാവുന്ന ഈ 4 സ്ഥാനാർത്ഥി, ഈ വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിൽ 2 സിപിഎം വിമതന്മാരുണ്ട്. വാഴോട്ടുകോണത്തും. എന്താണ് വട്ടിയൂർക്കാവ് ഇങ്ങനെ വരുമ്പോൾ ഒരു സംഘടനാ പ്രശ്നം എന്തുകൊണ്ട്? നേതാക്കൾ ഇടപെടലാണ് ഇതിലുള്ളത്? വട്ടിയൂർക്കാവിന്റെ കോർപ്പറേഷൻ മണ്ഡലമായ കാശാണി വാർഡിലും അതുപോലെ തന്നെ വാഴോട്ടുകോണം വാർഡിലെയും അവസ്ഥ എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ള കാശാണി വാർഡിലുള്ള അവസ്ഥ എന്ന് പറയുന്നത്, ഈ വലിയ നേതാക്കന്മാരെ അപ്പോൾ കാണുന്നവരെ അംഗീകരിക്കുന്ന നേതാക്കന്മാരാണ്. തഴക്കവും പഴക്കവും വന്ന് പാർട്ടിക്ക് വേണ്ടിയിട്ട് അന്നും ഇന്നും നിലകൊണ്ടിട്ടുള്ള, അവശത അനുഭവിച്ചിട്ടുള്ള, പാർട്ടിക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി മുൻപന്തിയിൽ നിന്ന് സേവനം ചെയ്തിട്ടുള്ള ആളെ ആരാണ് ഇതിന്റെ പിന്നിൽ? അതിന്റെ മുൻകൈയിലെടുക്കുന്നത് ഇവിടെ ഇപ്പോൾ സിപിഎമ്മിന്റെ പിന്നെ ഏരിയ കമ്മിറ്റി നേതാക്കളായിട്ടുള്ള രാജലാൽ എന്ന് പറഞ്ഞ അദ്ദേഹം ഒരു മേലാളനെ പോലെ, അദ്ദേഹത്തിന്റെ കീഴിലാണ് പാർട്ടി എന്നുള്ള ഒരു കാഴ്ചപ്പാട്. അതുപോലെ തന്നെ കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറയുന്ന മുൻ MLA പാർട്ടിക്ക് മുകളിലാണ്, പ്രസ്ഥാനത്തിന്റെ മുകളിലാണ്. എന്റെ കീഴെയാണ് പ്രസ്ഥാനം എന്ന് പറയുന്ന അദ്ദേഹമുണ്ട്. അതുപോലെ തന്നെ ജില്ലാ സെക്രട്ടറി അടക്കം ഞാൻ പരാതി കൊടുത്തിട്ട് പോലും അതിന്റെ ചെവി കൊള്ളാനോ അത് വകവയ്ക്കാനോ കഴിഞ്ഞിട്ടില്ല. ഇതുപോലെ വളർന്നു വന്ന, ഇത്രയും കാലം പാർട്ടിക്ക് വേണ്ടി സേവനം ചെയ്തിട്ടുള്ള എന്നെപ്പോലുള്ള ഒരുപാട് പേരെ വെട്ടിനിരത്തുന്ന സമ്പ്രദായമാണ്. പിന്നെ അവസരവാദ നയമാണ് പാർട്ടി ഇപ്പോൾ സ്വീകരിക്കുന്നത്. സിപിഎമ്മിന്റെ ദീർഘകാല സിറ്റിംഗ് വാർഡാണ്. അവിടെയൊക്കെ ഇത്തവണ അവർ പരാജയപ്പെടാനുള്ള സാധ്യത? ഈ തവണ എന്തായാലും കാച്ചാണി വാർഡില് പിന്നെ പരാജയപ്പെടാൻ സാധ്യതയാണ്. 100% പരാജയപ്പെടാനാണ് ഇടയുള്ളത്. കാരണം കാച്ചാണി വാർഡിലെ ആരെ നിർത്തിയാലും, ഏതൊരു കുറ്റിച്ചൂലിനെ നിർത്തിയാലും കാച്ചാണി വാർഡിൽ വിജയിച്ച് കയറാമെന്നുള്ള ഒരു അഹങ്കാര തിമിരമാണ് ഈ CPM എന്നുള്ള ആ പ്രസ്ഥാനത്തിന്, LDFന്റെ പ്രസ്ഥാനത്തിനുള്ളത്. അത് ഈ പ്രാവശ്യം എന്തായാലും അത് ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാണ്. ആരെ കൊണ്ട് നിർത്തിയാലും ജയിച്ച് കയറാമെന്നുള്ള ഒരു അഹങ്കാരത്തിലാണ് അവർ നിലകൊള്ളുന്നത്. അതുകൊണ്ട് ഇപ്പം തന്നെ വന്നിട്ടുള്ള സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ 3 വെള്ളിയാഴ്ച മാത്രം ആയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി, ഒരു പയ്യനാണ് വന്നിട്ടുള്ളത്. അവൻ ഇനി ഇതുപോലുള്ള അവസരങ്ങൾക്ക് വേണ്ടിയിട്ട് 50 വർഷത്തോളം അവസരങ്ങൾ അവനുണ്ട്. എന്നാൽ എനിക്ക് ഈ മണ്ഡലത്തിൽ ഇനി ഇതുപോലുള്ള ജനപ്രതിയാവാനുള്ള അവസരം ഇല്ല. ആയതുകൊണ്ട് ഈ രാഷ്ട്രീയ പൊതുജീവിതത്തിൽ എൻ്റെ അവസാനത്തെ അവസരം ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ കാച്ചാണി വാർഡിൽ ഈ SC വിഭാഗത്തിൽ നിന്ന് ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിച്ച ഒരാളെന്നുള്ള നിലയ്ക്ക് ഈ മണ്ഡലം അങ്ങനെ ആയി മാറിയതിൻ്റെ പേരിൽ ഞാൻ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇതെൻ്റെ രാഷ്ട്രീയ പൊതുജീവിതത്തിലെ ഏറ്റവും അവസാനത്തെ അവസരമായതുകൊണ്ട് മാത്രമാണ് ജനങ്ങളോടൊപ്പം നിന്ന് ജനത്തിന്റെ ക്ഷേമത്തിനും വാർഡിന്റെ പൊതുവായ കാര്യത്തിനും വേണ്ടിയിട്ട് നിലകൊള്ളുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. രാഷ്ട്രീയത്തിലെ അവസാന അവസരമാണ് മത്സരിക്കാൻ. അവിടെ CPM ചില നേതാക്കൾ രാഷ്ട്രീയ മേലാളന്മാരെ പോലെ പ്രവർത്തിക്കുന്നു, പ്രസ്ഥാനത്തിന് മുകളിലാണ് നേതാക്കളെന്ന ധാരണയോട് പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. അവർക്കെതിരെയാണ് മത്സരമെന്നാണ് നെട്ടയം സതീഷ് കുമാർ പറയുന്നത്.